ഹലോ, വെൽക്കം ബാക്ക് ടു നിലാനേരം. നമുക്കിന്നൊരു മട്ടൻ കറി വീഡിയോ ആയാലോ. ആദ്യം തന്നെ ഒരു പാനിൽ ഒരു 15 ചെറിയുള്ളിയും ഒരു വെല്ലുള്ളിയും കൂടി വൈറ്റ് കളറാവുന്നവരെ ഒന്ന് ഇളക്കണം. അത് നല്ല വൈറ്റ് കളറായി കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ഒരു 4 തക്കാളി കട്ട് ചെയ്തത് അതും നമ്മൾ നന്നായിട്ട് തക്കാളി ഉടഞ്ഞ് വരുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് മട്ടൺ കുക്ക് ചെയ്യാൻ വയ്ക്കാം. മട്ടണിൽ കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾ, അതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ടാണ് വേവിക്കാൻ വെച്ചേക്കുന്നത്. ഒരു വിസലിനാണ് കേട്ടോ. അപ്പം ഇത് ഇവിടെ തക്കാളി ഉടഞ്ഞു വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് പെപ്പർ ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഗ്യാസ് ഓൺ ചെയ്തിട്ടാണെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്നും ഓഫ് ചെയ്തിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഇത് അരയ്ക്കുമ്പം ലംസൊന്നും ഇല്ലാതെ ഫുള്ളായിട്ട് നല്ല പേസ്റ്റ് പോലെ വരുന്ന രീതിയിൽ വേണം അരച്ചെടുക്കാൻ. അപ്പം ഞാനിവിടെ നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അടുത്തതൊരു കടായി വെച്ചിട്ട് അതിനകത്തേക്ക് വീണ്ടും എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പം ചെറിയ ജീരകം, പിന്നെ ഗ്രാമ്പു ഒരു 3 എണ്ണം, അതുപോലെ തന്നെ ഏലക്ക 3 എണ്ണം, പിന്നെ ഒരു പട്ടയും ഒരു സ്റ്റാറിൻ്റെ ഒരു ചെറിയ കഷ്ണവും ഇത്രയും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. ഇത് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളിനി കുറച്ച് ഗ്യാസ് ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ. കുറച്ച് വെച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച മട്ടൺ ഉണ്ടല്ലോ, ആ മട്ടൺ എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഒഴിക്കുകയാണ് വേണ്ടത്. ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, എണ്ണയിലേക്ക് വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പം തെറിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഗ്യാസ് കുറച്ച് വെക്കുന്നത്. കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ മട്ടൺ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ അതേ സമയം തന്നെ നമുക്ക് കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും നമ്മൾ ഈ സമയത്ത് തന്നെ ചേർക്കണം കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി പോലെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മട്ടൺ വേവിക്കാൻ വയ്ക്കുമ്പോഴും അല്ലെങ്കിൽ ഇപ്പോഴും ആയിട്ട് വെള്ളം കുറച്ച് വയ്ക്കാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ നമുക്ക് നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് എനിക്ക് കുറച്ച് എരിവ് പോരാന്നുള്ളത് കൊണ്ട് കുറച്ച് പെപ്പറും പിന്നെ അതേപോലെ തന്നെ ഗരം മസാല ഉണ്ടല്ലോ, അതൊരു 2 സ്പൂണും നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് നമ്മുടെ എരിവുള്ള മുളകുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചേർത്തത് കാശ്മീരിയാണ്. അപ്പോൾ ഇപ്പോൾ ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണ്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയം നിങ്ങൾ ഉപ്പ് കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് കുറച്ച് ഉപ്പും ഇനി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിൽ ഒന്ന് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം മട്ടൺ ഞാൻ ഒരു വിസിൽ വെച്ചതുകൊണ്ട് കുറച്ചും കൂടെ വേവാനുണ്ട്. അത് ഞാൻ ഈ മസാലയൊക്കെ ആഡ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സിമ്മിലിട്ടിട്ട് വേവിക്കും, കുറച്ച് ഗ്രേവി വരുന്നത് വരെ. അപ്പം എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കും. അപ്പോൾ ഇങ്ങനെ എണ്ണ പിരിഞ്ഞ് വരുന്ന സമയമുണ്ടല്ലോ, ഈ എണ്ണ പിരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കൊന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഒന്ന് തൂവി കൊടുക്കാം. അപ്പം മല്ലിയിലയുടെ ഫ്ലേവർ ഉള്ളിൽ ഇറങ്ങാനായിട്ടാണ് ഞാൻ ഈ സമയം തന്നെ മല്ലിയില കുറച്ച് ആഡ് ചെയ്യുന്നത്. അവസാനം ഒന്നും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും മല്ലിയില. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ചോറും കൂടെ സൈഡിൽ വെക്കും. ഞാൻ കുക്കറിലാണ് ചോറ് വയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ച് കൊടുക്കാം കറി. എനിക്ക് ഈ കടുക് ഇട്ടാൽ നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ കടുക് താളിക്കും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. അപ്പം ഇവിടെ എണ്ണ ചൂടാക്കി കുറച്ച് കടുവും പിന്നെ നമ്മുടെ കാഞ്ച മുളകുണ്ടല്ലോ, ആ മുളകും കൂടിയിട്ടാണ് നമ്മളിവിടെ താളിച്ച് കറിയിലേക്ക് ഒഴിക്കാൻ പോകുന്നത്. അപ്പം ഇവിടെ താളിച്ച് ഞാൻ ഒഴിച്ചു. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ മേലെ തൂവി കൊടുത്താൽ കറി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. നമ്മുടെ ടേസ്റ്റി ആൻഡ് ഈസി മട്ടൺ കറി റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്. വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.